ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ഇവിടെ നോക്കുക, ഈ കാണുന്ന നമ്മളെ പാഠത്തിലൊരു പിക്ചറല്ലേ, ഒരു ചിത്രമല്ലേ, ഈ ചിത്രത്തിലെ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, ഇവിടെ നോക്കുക, നമുക്ക് ഈസി ആയിട്ട് എഴുതിക്കൂടെ? നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ചിത്രം നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്? നമുക്ക് നമ്മുടെ കവിതേനെ കാണാം അല്ലേ, അതേപോലെ അവൾ അമ്മയെ കാണുന്നുണ്ട്, ഒരു പട്ടിക്കുട്ടി കാണുന്നുണ്ട്, അവർ ഹട്ട് കാണുന്നുണ്ട്, ദേ കവിതയുടെ ബ്രദർ എന്ത് ചെയ്തിട്ട് തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇംഗ്ലീഷിലേക്ക് എഴുതിയാൽ മതി. ഇവിടെ നോക്ക്, കവിത അല്ലെ, കവിതയല്ലേ നിൽക്കുന്നേ. സോ കവിത ഇസ് സ്റ്റാൻഡിങ്. കവിത എന്ത് ചെയ്യാണ്? ഷീ സ്റ്റാൻഡിങ്. അവൾ നിൽക്കാണ്. വെർ ഷീ സ്റ്റാൻഡിങ്? അവൾ എവിടെയാണ് നിൽക്കുന്നത്? ഷീ സ്റ്റാൻഡിങ് ബിസൈഡ് ഹർ മദർ അല്ലെ, അവൾ അമ്മന്റെ അടുത്താണ് നിൽക്കുന്നത്. സോ നമുക്ക് അത് എഴുതിക്കൂടെ? ഇവിടെ നോക്ക്, കവിത ഇസ് സ്റ്റാൻഡിങ് ബിസൈഡ് ഹർ മദർ. അവൾ അമ്മയുടെ അടുത്താണ് എന്ത് ചെയ്യുന്നത്, അവൾ നിൽക്കുന്നത്. അടുത്ത് നോക്ക്, കവിതന്റെ അമ്മ എന്ത് ചെയ്യാണ്? എന്തോ സംതിങ് അല്ലേ, ഷീ ഈസ് കുക്കിംഗ് സംതിങ്, എന്തോ ഭക്ഷണം ഉണ്ടാക്കാണ്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് എന്ത് എഴുതാം? ദ മദർ ഈസ് പ്രിപ്പയറിംഗ് ഫുഡ് അല്ലെ, അമ്മ എന്താ ചെയ്യുന്നത്? ഷീ ഈസ് പ്രിപ്പയറിംഗ് ഫുഡ്, ഷീ ഈസ് കുക്കിംഗ് സംതിങ്. അവരെന്തോ ഭക്ഷണം ഉണ്ടാക്കാണ് അല്ലെ, കവിതക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്ക്, ദ ബേബി. എവിടെയാ ബേബി ഉള്ളത്? തൊട്ടിലാണ് അല്ലെ. തൊട്ടിൽ എന്താ ചെയ്യുന്നത്? ഹീ സ്ലീപ്പിംഗ്, ഉറങ്ങാണ്. നമുക്ക് അത് എഴുതിക്കൂടെ? ദ ബേബി സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ. ക്രാഡിൽ എന്ന് പറഞ്ഞാൽ എന്തോ തൊട്ടിലാണ്. സോ ദ ബേബി സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ അല്ലെ, ക്രാഡിൽ എന്ത് ചെയ്യാണ്? ഉറങ്ങാണ് അല്ലെ നമ്മുടെ ബേബി. ദ ഹട്ട് ഈസ് സീൻ. നമുക്ക് ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഈ ഹട്ട് കാണുന്നില്ലേ, കുടില് കാണുന്നില്ലേ? അപ്പൊ നമുക്ക് അത് എഴുതിക്കുന്നത് ദ ഹട്ട് ഈസ് സീൻ. ഇവിടെ എന്തുണ്ട്? ഈ കുടില് കാണുന്നുണ്ട്. ദ പെറ്റ് ഡോഗ് ഈസ് laying on the ground അല്ലേ. എന്താണ് ഇവര് പെറ്റ് ഡോഗ് എന്തിനാ? ഞാനിവിടെ നമ്മൾ ലേയിങ് എന്നാണ് എഴുതി, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അതും സ്റ്റാൻഡിങ് എന്നുണ്ടാക്കാം അല്ലെ. കിടക്കല്ലോ, അത് നിൽക്കല്ലേ, അപ്പൊ നമുക്ക് സ്റ്റാൻഡിങ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, സോ പെറ്റ് ഡോഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്ക്, ഈ ഒരു പിക്ചർ തന്നിട്ട് ഇങ്ങനെ ഒരു 5 പോയിന്റ് എഴുതാൻ പറയാൻ നമുക്ക് എഴുതിക്കൂടെ? നമുക്ക് സുഖമായിട്ട് എഴുതിക്കൂടെ? അപ്പൊ ഇത് ഈ ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ലേ. ഇതേപോലെ നമ്മളെ പാഠത്തിലെ ചിത്രങ്ങൾ തന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെടുത്ത ചിത്രത്തിലെ വിവരണങ്ങൾ എഴുതാൻ പറയും. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ മാർക്ക് ചെയ്യാം. 1 2 ബേബി 3 4 5. ഇനി നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇവിടെ മൗണ്ടെയിൻസ് ഉണ്ട്, ഇവിടെ ട്രീസ് ഉണ്ട് അല്ലെ, ഇവിടെ ഒത്തിരി പോട്ട്സ്, പാത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊക്കെ എഴുതാം അല്ലെ. അപ്പൊ ഏറ്റവും എന്ത് ചെയ്യുക? ഒരു 5 പോയിന്റുള്ള ആദ്യം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായോ? എല്ലാവർക്കും ഇതേപോലുള്ള മറ്റ് വീഡിയോസ് എന്ത് ചെയ്യും? ഇനിയും നമ്മുടെ ചാനലിൽ വരും. എല്ലാവരും എല്ലാ വീഡിയോസ് കാണട്ടെ മക്കളെ. ഓക്കെ, ബൈ ബൈ.